കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനായി 1264 കോടി രൂപ ചെലവിൽ പുതിയ മൾട്ടി ട്രാക്കിംഗ് പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സാമ്പത്തിക കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതിയാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും 3 ജില്ലകളിലൂടെ കടന്നുപോകുന്ന ബെല്ലാരി ഗുണ്ടക്കൽ സെക്ഷനിൽ 3ഉം 4ഉം ലൈനുകൾ നിർമ്മിക്കാനാണ് പദ്ധതി. ഇതിലൂടെ നിലവിലുള്ള റെയിൽവേ ശൃംഖലയിൽ ഏകദേശം 46 കിലോമീറ്റർ പാത കൂടി വർദ്ധിക്കും. PM ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാന് കീഴിലാണ് ഈ പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 2028-29ഓടെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. एक मेजर इकोनॉमिक एक्टिविटी इस एरिया में होती है. दैट्स व्हाई इफ यू रिकॉल कुछ ही महीनों पहले एक कैबिनेट का अप्रूवल हुआ था फ्रॉम बेल्लारी टू होसपेट 3rd and 4th लाइन. आज अप्रूवल हुआ है गुंतकल से बेल्लारी 3rd and 4th लाइन और उसके आगे फिर होसपेट से हुबली 3rd and 4th लाइन का ऑलरेडी DPR अंडर प्रिपरेशन है. यानी രാജ്യത്തെ രാസവസ്തുക്കളുടെ ഉൽപാദനത്തിനായി 3 പ്രത്യേക പാർക്കുകൾ സ്ഥാപിക്കാനുള്ള ഭവ്യ രസായൻ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് നിർണായക തീരുമാനമെടുത്തത്. 2026-27 സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണിത്. ആകെ 3030 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന പദ്ധതി 2026-27 മുതൽ 30-31 വരെയുള്ള 5 വർഷ കാലയളവിലാണ് നടപ്പിലാക്കുന്നത്. പദ്ധതി തുകയിൽ 3000 കോടി രൂപ പാർക്കിനുള്ളിലെ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾക്കും സേവനങ്ങൾക്കുമായി വിനിയോഗിക്കും. ശേഷിക്കുന്ന 30 കോടി രൂപ ഭരണനിർവഹണ ചെലവുകൾക്കായാണ് മാറ്റിവെച്ചിരിക്കുന്നത്. For example, common effluent treatment plants. For example, special effluent treatment plants. For example, how the gaseous emissions will be treated, right? इन सब का ध्यान रखना बहुत जरूरी होता है. Not just the liquid emissions, but also the other gaseous emissions which are emitted in the